ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് പിയേഴ്സിന്റെ ഒരു സോപ്പ് കൊണ്ട് ഇതേപോലത്തെ 3 ആയുർവേദിക് സോപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഈ കാണിക്കുന്ന പോലെ തന്നെ സോപ്പ് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും ചർമ്മത്തിന് 100% യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ഈ സോപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 3 കാര്യങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായി നമ്മൾ എടുത്തിരിക്കുന്നത് കറ്റാർ വാഴയുടെ 2 തണ്ടുകളാണ്. അതിനുശേഷം എടുത്തിരിക്കുന്നത് ഒരു പിടിയോളം വരുന്ന തുളസി ഇലയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു പിയേഴ്സിന്റെ സോപ്പാണ്. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വേപ്പിന്റെ ഇലയും ഞവര ഇലയും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു 3 കാര്യങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായി ചെയ്യേണ്ടത് കറ്റാർ വാഴയുടെ തൊലി കളഞ്ഞതിന് ശേഷം ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഇതിന്റെ ജെല്ലി പുറത്തെടുക്കേണ്ടതാണ്. ഈ കാണിക്കുന്ന പോലെ തന്നെ 2 കറ്റാർ വാഴയുടെയും ജെല്ലി പുറത്തെടുക്കാവുന്നതാണ്. അതിനുശേഷം തുളസി ഇല മാത്രമായിട്ട് ഈർത്ത് ഇതിലേക്ക് മാറ്റി വെക്കുക. ഏകദേശം ഒരു പിടിയോളം വരുന്ന തുളസി ഇലയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സോപ്പ് ഇതുപോലത്തെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ സോപ്പ് പൂർണ്ണമായിട്ടും അരിഞ്ഞെടുക്കുക. അപ്പോൾ ഒരു സോപ്പ് പൂർണ്ണമായിട്ടും നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ മാറ്റി വെച്ചിരുന്ന കറ്റാർ വാഴയും തുളസി ഇലയും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ഇവിടെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോപ്പ് ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അത് കഴിഞ്ഞ് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചതിന് ശേഷം വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെള്ളം നല്ലോണം ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ സോപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന പാത്രം ഈ കാണിക്കുന്ന പോലെ തന്നെ വെള്ളത്തിൽ മുക്കി വെച്ച് കൊടുക്കുക. ഈ കാണിക്കുന്ന പോലെ തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാവുന്നതാണ്. സോപ്പ് പൂർണ്ണമായിട്ടും അലിയുന്നത് വരെ ഈ കാണിക്കുന്ന പോലെ തന്നെ ഇളക്കി കൊടുക്കുക. സോപ്പ് അലിഞ്ഞു വരുന്ന സമയം കൊണ്ട് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ കാണുന്ന വീഡിയോയുടെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാകും. നിങ്ങൾ ഇതുവരെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഈ ഒരു ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ചെറുതായിട്ടൊന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് പോവുക. അപ്പോൾ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയുമൊക്കെ ചെയ്ത സമയം കൊണ്ട് തന്നെ നമ്മുടെ സോപ്പ് ഇവിടെ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ സോപ്പ് പൂർണ്ണമായിട്ടും അലിഞ്ഞു കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ പൂർണ്ണമായിട്ടും അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സിയിൽ വെച്ച് അരച്ചെടുത്ത കറ്റാർ വാഴ തുളസി ഇല മിക്സ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ കാണിക്കുന്ന പോലെ തന്നെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി ചെറിയ കടും നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോപ്പ് ലൈൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റി ചൂട് പോകുവാൻ വേണ്ടി പുറത്തെടുത്ത് വെക്കാവുന്നതാണ്. നല്ലോണം ചൂട് പോയതിനു ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു വെക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ദിവസം ഇത് സെറ്റാവാൻ വെക്കേണ്ടതാണ്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് നമ്മുടെ സോപ്പ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ഇത് ഇളക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ സൂപ്പറായിട്ട് തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് ആവശ്യാനുസരണം കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുമായിരിക്കും. മാജിക് മീഡിയ 1 2 3 സൈനിങ് ഔട്ട്.